അങ്ങനെ 2025 കഴിഞ്ഞ് 26ലേക്ക് ഇതാ കിടന്നിരിക്കുന്നു. എൻ്റെ ന്യൂ ഇയർ പരിപാടി ഇതായിരുന്നു കേട്ടോ. കറക്റ്റ് 12 മണിയായപ്പോൾ നമസ്കരിച്ചു. കുറച്ച് ആഗ്രഹങ്ങളുണ്ട്. ഈ വർഷം എനിക്ക് നേടിയെടുക്കാൻ കുറേ നല്ല ആഗ്രഹങ്ങളുണ്ട്. അതെല്ലാം സാധിച്ചു തരണേന്നുള്ള പ്രാർത്ഥനയിലാണ് ഞാൻ പുതുവർഷത്തിലേക്ക് കിടന്നത് കേട്ടോ. രാവിലെ ഞാൻ എണീറ്റ് വന്നപ്പോൾ കണ്ട കാഴ്ചയാണ് ജമ്മു മുറ്റം തൂക്കുന്നു. എൻ്റെ ഉമ്മയുടെ ഉമ്മയാണ് കേട്ടോ. എത്ര പറഞ്ഞാലും കേൾക്കില്ല. ഭയങ്കര ഇഷ്ടമാണ് ജോലി ചെയ്യുന്നത്, പ്രത്യേകിച്ച് മുറ്റം തൂക്കുന്നത്. അതുകൊണ്ട് എല്ലാ ദിവസവും രാവിലെ വന്ന് മുറ്റമൊക്കെ തൂത്തിട്ട് എന്നിട്ട് പോകും കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ്. മിക്ക ന്യൂ ഇയറിനും ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയാണ് കേട്ടോ തുടങ്ങുന്നത്. വേറൊന്നും കൊണ്ടല്ല, എനിക്ക് ഇവിടുന്ന് തുടങ്ങുമ്പോൾ എന്തോ ഒരു സന്തോഷമാണ്. രാവിലെ എണീറ്റ് വന്ന് ഉമ്മയുടെ കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് ജസ്റ്റ് കുറേ നേരം നോക്കി നിന്നു. അത് കഴിഞ്ഞപ്പോൾ ഈസ ഉണരാത്തത് കൊണ്ട് അവനെ എങ്ങനെയെങ്കിലും ഉണർത്താമെന്ന് കരുതിയിട്ട് റൂമിലേക്ക് വന്നേനെ കേട്ടോ. മൊബൈലിൻ്റെ ഫ്ലാഷ് അടിച്ചപ്പോഴത്തേക്കും പുള്ളിക്കാരൻ ഉറങ്ങിയിട്ട് എന്തോ ഉമ്മീന്നും പറഞ്ഞിട്ട് പുതപ്പ് മൂടി കിടക്കുകയാണ് കേട്ടോ. ഉറക്കമൊക്കെ കഴിഞ്ഞ് പുള്ളിക്കാരൻ എണീറ്റ് വന്നപ്പോഴത്തേക്കും നമ്മുടെ തൊട്ടടുത്തുള്ള വീട്ടിലെ ബേബിയാണ് കേട്ടോ. ബേബി എടുത്തുകൊണ്ട് വന്ന് കുറച്ച് നേരം ഞങ്ങൾ രണ്ടുപേരും കൂടി കളിപ്പിച്ചിട്ട് ഈ സാടെ എൻ്റെയും പുതിയൊരു വർഷം തുടങ്ങി കേട്ടോ. കുഞ്ഞ് ഭയങ്കര പാവമാണ് കേട്ടോ. നമ്മൾ എന്തിരുന്ന് കാണിച്ചാലും നമ്മുടെ കൂടെ ഇരുന്നോളും. സാധാരണ ചില പിള്ളേരൊന്നും അങ്ങനെ അറിയാത്തവരോട് പോകാറില്ല. ഇവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ വന്നിരിക്കുന്നത് എല്ലാവരുടെയും മുഖത്തേക്ക് ഭയങ്കര ചിരിയും കളിയൊക്കെയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഇരുന്ന് കളിച്ചിട്ട് പിന്നെ രാവിലത്തെ വീട്ടിലെ ജോലിയും കാര്യങ്ങളിലേക്കൊക്കെ കയറി ഉച്ചയായപ്പോഴത്തേക്കും നല്ല ഉറക്കം വന്ന്. ഉച്ചയല്ല കേട്ടോ, ഒരു 11 മണിയായപ്പോൾ നല്ല ഉറക്കം വന്ന്. അങ്ങനെ കയറി കിടന്നുറങ്ങി 2 മണിയായപ്പോഴാണ് ഞാൻ എണീറ്റത്. വേറൊന്നും കൊണ്ടല്ല, ഇന്നലെ രാത്രി നല്ല ലേറ്റായിട്ടാണ് ഉറങ്ങിയത്. അതൊക്കെ കഴിഞ്ഞ് കുളിച്ച് ഫ്രഷായി ഞാൻ ഈ സമയം ഒരു കൊറിയർ ഉണ്ടായിരുന്നു, അതൊക്കെ എടുക്കാൻ പോയി. അതൊക്കെ എടുത്തിട്ട് വന്നിട്ട് പിന്നെ വീഡിയോസൊക്കെ എടുക്കുന്ന കാര്യം ഞാൻ വിട്ടുപോയി കേട്ടോ. അങ്ങനെ പെട്ടെന്ന് ഈവനിങ്ങിൻ്റെ ഒരു വ്യൂവും കൂടി എടുത്തിട്ട് നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്.